എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടിപൊളിയായിട്ടൊരു ചായ ഇട്ട് തന്നെ തുടങ്ങാം അല്ലേ, കടുങ്കാപ്പി ഇട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ വൈകുന്നേരം 4 മണി മുതലാണ് കേട്ടോ ഞാൻ എൻ്റെ 1-ാം തീയതി, അതായത് മേട 1-ാം തീയതി വരവേൽക്കാനുള്ള ജോലികൾ ചെയ്തു തുടങ്ങുന്നത്. അപ്പം നമുക്ക് രാവിലെ വെയിലത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് രാവിലെ ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടോ. രാവിലെ വെയിലും ഉഷ്ണമൊക്കെയാണ്, എപ്പോഴായാലും ഉഷ്ണമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ അടിപൊളിയായിട്ട് ജോലി അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ചായക്ക് കടിയൊക്കെ ചായ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. തേയില വെള്ളവും ചായക്ക് കടിയാണ്, മധുരമൊന്നും ഇടത്തില്ല കേട്ടോ, വിത്തൗട്ട് തേയില വെള്ളമാണ്. പിന്നെ അച്ചായിക്ക് അമ്പലത്തിൽ പോകാൻ സമയമായിരുന്നു. അച്ചായിക്ക് തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് ഈ നേരം കൊണ്ട് അച്ചായി കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോഴേ നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ പണി നടക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് നിറയെ പൊടിയാണ് കേട്ടോ, ഒന്നും പറയേണ്ടതുണ്ട്. പുതിയ കാറാണ് കേട്ടോ മേടിച്ചിട്ടുണ്ട്. കാർ ഷെഡിലേക്ക് നമ്മൾ കാർ കയറ്റിയിട്ടെന്ന് മാത്രം ഓർമ്മയുണ്ട്. ആ വീട്ടിലെ ഡ്രില്ല് ചെയ്യുന്നതും ഇതിൻ്റെയും പൊടിയും എല്ലാമായിട്ട് നമ്മുടെ കാറ് തന്നെ പൊടി കൊണ്ട് മൂടി. പിന്നെ വീടിൻ്റെ കാര്യം പറയണോ, ഇത്രയും 1 വർഷം കൊണ്ടേ ആ വീടിൻ്റെ പണി നടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ മാസവും വൃത്തിയാക്കും, പിന്നെയും പണി ഇതാവും. അങ്ങനെ എന്തൊക്കെയായാലും ആ വീടിൻ്റെ പാലുകാച്ച് എന്തായാലും ഈ മാസം അവസാനം തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്, കാരണം ഞാൻ വൃത്തിയാക്കി കുഴഞ്ഞു. നമ്മുടെ ഈ ജനലിൽ അത്രയും തൊട്ടടുത്ത ഈ ടി വി സ്റ്റാൻഡൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും പൊടി അടിക്കുന്ന ടി വി സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ടി വി സ്റ്റാൻഡിൽ പൊടി തുടയ്ക്കാനാണ് നിന്നാൽ നമുക്ക് നല്ല നേരം വേണം കേട്ടോ. അത്രയ്ക്ക് പൊടിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊടി. പിന്നെ ഞാനിങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കാറുള്ളതാണ്. എങ്കിലും നമ്മുടെ മലയാള മാസം 1-ാം തീയതിയും അതുപോലെ തന്നെ മേടമാസം 1-ാം തീയതി മലയാള വർഷം പുതു ആരംഭമല്ലേ. അപ്പം നമുക്ക് വൃത്തിയാക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും? നമ്മളെ വീട്ടിലുള്ള ചപ്പും ചവറും വേണ്ടാത്ത സാധനങ്ങളും പഴയതും എല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കി അടിച്ച് തല്ലി തീ കത്തിച്ച് വേണമല്ലോ നമ്മൾ മേടമാസം 1-ാം തീയതി നമ്മുടെ വിഷുവിനെയൊക്കെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും മേടം 1-നാണ് വിഷു. സോറി കേട്ടോ, ഞാൻ ജോലിയെല്ലാം ചെയ്ത് കുഴഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരം തന്നെയാണ് ഞാൻ ഈ ജോലികളെല്ലാം ചെയ്തത് കേട്ടോ. ചെയ്ത് കുഴഞ്ഞതിന് ശേഷമാണ് വീഡിയോ എഡിറ്റ് ചെയ്തങ്ങ് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ലോങ് വീഡിയോ എന്തായാലും കാണും കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോ എല്ലാ ദിവസവും ആഴ്ചയിൽ ചൊവ്വാഴ്ച ഒരു ദിവസം മാത്രമേ നമ്മുടെ ലോങ് വീഡിയോ ഉള്ളായിരുന്നേ. ഇനി മുതൽ നമ്മുടെ ലോങ് വീഡിയോസ് എല്ലാം എല്ലാ ദിവസവും രാത്രി കൃത്യം 8:30 ആകുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കുമേ. പിന്നെ ഷോർട്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വീഡിയോ എനിക്ക് ഇടാൻ പറ്റാതെ, അല്ലെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമാണെങ്കിൽ വീഡിയോ മുടക്കം വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലാതുള്ള എല്ലാ ദിവസങ്ങളും വീഡിയോ ഉള്ള ദിവസങ്ങളും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ അത്രയും വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. താണ്ട ഈ കഥകളെല്ലാം പറഞ്ഞ് നേരത്തിന് ടി വി സ്റ്റാൻഡ് എല്ലാം അടിപൊളിയായിട്ട് തുടച്ച് തീർന്നു. എൻ്റെ കോലം നോക്കിക്കേ, വിയർത്ത് അവിഞ്ഞ് ഞാനൊരു പരുവായിട്ടുണ്ട് കേട്ടോ. ഈ വൈകുന്നേരമായിട്ട് പോലും ചൂടിനൊരു കുറവില്ല. ഞാനാണെങ്കിൽ പിന്നെ എന്ത് ജോലി ചെറുതായിട്ടും ചെയ്ത് തുടങ്ങിയാലും മതി, അപ്പോഴത്തേക്ക് 1 ബക്കറ്റ് വെള്ളം എൻ്റെ തലവഴി എടുത്ത് ഒഴിച്ച് കണക്ക് ഞാനങ്ങ് വിയർക്കും കേട്ടോ. അങ്ങനെ ടി വി സ്റ്റാൻഡും എല്ലാം വൃത്തിയാക്കി അവിടെ വെച്ചിരുന്ന നമ്മുടെ പടങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മയാണ് എനിക്ക് തുടച്ച് തന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ആ ടി വി സ്റ്റാൻഡെല്ലാം ജോഡിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ദൈവങ്ങളിരിക്കുന്ന ഏരിയയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെൻ്റെ അച്ചായിക്ക് കിട്ടിയ പൊന്നാടയാണേ. അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഇവിടെ ഇരുന്നാലും വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ ദൈവങ്ങൾക്ക് ഇടാൻ വേണ്ടി 2 സെറ്റിൻ്റെ തുണികളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് 2 ഞാൻ കഴുകാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം മേടമാസം വിഷു എല്ലാം വരുമല്ലേ, അപ്പോൾ നല്ല ഭംഗിയായിക്കോട്ടെ എന്ന് പറഞ്ഞ് അച്ചായിയുടെ ഒരു പൊന്നാടയാണ്. അതെടുത്ത് ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് അമ്മ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അലമാരി കൊണ്ട് വെച്ചേക്കാൻ പറഞ്ഞു. ഇത് അഴുക്കാകുമ്പോൾ അത് എടുക്കാമല്ലോ. അങ്ങനെ ദൈവങ്ങളെ എല്ലാവരെയും നല്ല വെള്ളത്തിലൊക്കെ തുടച്ച് വൃത്തിയാക്കി അവരെയും സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാളിൻ്റെ ജോലി എല്ലാം കഴിഞ്ഞ് ഇനി നേരെ എൻ്റെ ബെഡ്റൂമിലേക്കാണ് വന്നേക്കുന്നത്. അടുത്ത തൂപ്പ് പരിപാടിയാണ്. നമ്മൾ ചിലന്തി വലയും എല്ലാം അടിച്ച് തൂക്കണമല്ലോ. അങ്ങനെ തൂപ്പും എല്ലാം കഴിഞ്ഞ്, അകത്ത് തൂപ്പെല്ലാം കഴിഞ്ഞ് ഇനി പുറത്ത് തൂക്കാൻ. ഇപ്പോൾ പുറത്ത് തൂക്കാൻ ഞാൻ ഇറങ്ങിയപ്പോഴത്തെ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്ത് തൂക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ സ്പീഡങ്ങ് കൂട്ടിയിട്ടേക്കുവാണ്. കാരണം എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മുഷിയാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മളെ ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം തൂത്തിട്ട് ഞാൻ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. മുറ്റത്ത് അപ്പുറത്ത് പണിക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ മുറ്റമൊക്കെ തൂക്കാനായിട്ട്. എന്നാലും നമുക്ക് മേടമാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ നമുക്ക് തൂക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ എപ്പോഴും ഗേറ്റിൻ്റെ വെളിയിൽ നമ്മുടെ മുറ്റം തൂക്കുന്നത് കേട്ടോ. ഒരു പോച്ച നിന്നാൽ പോലും ഞാൻ ആ പോച്ചകളെല്ലാം പിച്ചി തൂക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുറ്റമൊന്നും കാട് പിടിക്കത്തില്ല. ഒരു പോച്ചയായാലും ചെറുതായൊക്കെ ആവട്ടെ, നമ്മളതങ്ങ് പിച്ചി കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുപോയാൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ 4
4 വശവും വീടിൻ്റെ തൂത്തടിച്ച് തല്ലി താണ്ട നമ്മുടെ അടുക്കള വാതിലേ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ നമ്മുടെ വേസ്റ്റ് എല്ലാം വേണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആ കിടക്കുന്ന കുറേ പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മാസം മൊത്തം ഉത്സവത്തിൻ്റെ മാസങ്ങളായിരുന്നല്ലോ. കുറേ അമ്പലങ്ങളിലെ നോട്ടീസുകളാണ് കേട്ടോ. എല്ലാ അമ്പലങ്ങളിൽ നിന്നും പിരിവിന് വരുന്ന നോട്ടീസും റെസിപ്റ്റും പിരിവ് കൊടുക്കുന്നതൊക്കെ ആയിരുന്നു. അതെല്ലാം കൂടെ വാരിയിട്ട് കത്തിച്ച് ആ പരിപാടിയും തീർന്നപ്പോഴത്തേക്കും ഞാനൊരു പരുവായിട്ടുണ്ടോ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ തുടപ്പാണ് കേട്ടോ. അങ്ങനെ തുടയ്ക്കാൻ വേണ്ടി തന്നെ എൻ്റെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഞാൻ ആഴ്ച 1-2 ദിവസങ്ങളിൽ തുടയ്ക്കുന്നതാണ്. പക്ഷേ എന്നാലും ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞല്ലോ, നമുക്ക് ഈ വീടിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ ഭയങ്കര പൊടിയാണ്. പിന്നെ നമ്മൾ മേടമാസം 1-ാം തീയതി കൂടെ ആകുമ്പോൾ തുടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ താണ്ട് ഞാൻ അടുത്ത തുടപ്പ് ലാസ്റ്റ് ഘട്ട പരിപാടിയാണ് കേട്ടോ, തുടപ്പ് പരിപാടി. അപ്പോൾ തുടപ്പ് പരിപാടി ഞാനിങ്ങനെ ഓടിച്ചു വിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ക്ലീൻ ചെയ്യാൻ പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ TV ഇരിക്കുന്ന ആ ഒരു സ്റ്റാൻഡായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ പൊടി കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് അമ്മ കുളിച്ച് പോയി വിളക്കും എല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത ബെഡ്റൂം തുടയ്ക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ കഴിയ കുറേ തുണിയാണ് ആ കിടക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കണം. ഇനി നമ്മുടെ സെറ്റിൽ അപ്പോൾ ഇതിൻ്റെ ഈ സോഫയ്ക്കകത്താണെങ്കിൽ നമുക്ക് കവറൊന്നും ഇടുന്ന സെറ്റ് കവറോ സോഫ കവറോ ഒന്നും ഇടുന്ന സോഫയല്ല ഇത്. ഇങ്ങനെ ഇരിക്കേണ്ട സോഫ കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ പോലും സോഫ കവർ ഇട്ട് വെച്ചിട്ട് പോലും അമ്മാതിരി പൊടിയാണ്. കാര്യം ബ്ലാക്കും റെഡും അല്ലേ, അതുകൊണ്ട് അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ സോഫ കവറൊക്കെ ഇടും കേട്ടോ, അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത്രയും പൊടിയൊക്കെ ആകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിന് വിഷമമാണ് കേട്ടോ. അങ്ങനെ ഈ പരിപാടിയെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തിന് അമ്മ എവിടെ മടക്കാനുള്ള തുണികളെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പരുവായി. നേരെ ഞാൻ കുളിക്കാനും ഒന്നിനും പോയില്ല കേട്ടോ. നേരെ ഇവിടെ കസേരയിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ഈ നമ്മളെ വീഡിയോ ഇന്ന് രാത്രി 8:30 അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി മുതൽ സ്ഥിരം എല്ലാ ദിവസവും രാത്രി കൃത്യം 8:30 നമ്മുടെ ലോങ് വീഡിയോസ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ മേടം 1-ന് വിളക്ക് കത്തിക്കാൻ വേണ്ടി അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ എല്ലാം കഴുകി വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു. കാര്യം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും നമ്മുടെ ക്യാമറയും കൊണ്ടുപോകണമല്ലോ. അതിനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ലാസ്റ്റ് ഘട്ടമായപ്പോഴത്തേക്ക് ഇല്ലായിരുന്നു കേട്ടോ. ഡൈനിങ് ഏരിയയും അടുക്കളയും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേടമാസം 1-ാം തീയതി വരവേൽക്കുന്ന വീഡിയോ ഇതായിരുന്നു. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.